ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ ഫ്രൈ ആക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം കോളിഫ്ലവർ, പിന്നെ കോൺഫ്ലവർ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, എണ്ണ. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളായിട്ട് കഴുകി മാറ്റി വെക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതാക്കിയിട്ട് നന്നായി കഴുകിയെടുക്കുക. ഇതിങ്ങനെ നന്നായി കഴുകി വാരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് ഇവിടെ വെക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് അര സ്പൂണ് വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അര സ്പൂണ് മുളക് പൊടി ഇട്ട് വെള്ളം നന്നായി തിളപ്പിക്കുക. വെള്ളം ചൂടായി വന്ന് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ച് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക. നല്ല തിളച്ച് നല്ല വാടി വരുന്നുണ്ട്. നന്നായി വാടിക്കഴിഞ്ഞ് വേണം വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാൻ. ഇത് നന്നായി വാടിയിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നിന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ ഈ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇതിങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള അഴുക്കുകൾ മുഴുവൻ പോകും. വിഷാംശം ഒന്നും പിന്നെ ഇതിലുണ്ടാവുകയില്ല. ഇനി നമുക്ക് അടുത്തൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കോൺഫ്ലവർ 3-4 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം ഉപ്പ് ഇട്ടാണ് നമ്മളത് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. അര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ആദ്യം വെള്ളം ഒഴിക്കാതെ നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല കുഴമ്പ് പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നല്ല കുഴമ്പ് പരുവത്തിന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഞങ്ങളുടെ ഇവിടെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട്. അമ്പലവയൽ അവിടെ എല്ലാ വർഷവും ജനുവരിയിൽ പൂപ്പൊലി നടത്തും, പുഷ്പമേള. അപ്പം ആ പുഷ്പമേളയിൽ ആയിരങ്ങൾ വന്ന് പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ 2-3 പ്രാവശ്യമെങ്കിലും പോകും. കാരണം അവിടുത്തെ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാളിൽ മെയിനായിട്ടുള്ള വിഭവങ്ങളാണ് മുളക് ബജ്ജി, കോളിഫ്ലവർ ഫ്രൈ, ചായ, വാഴയ്ക്കാപ്പം, പാനിപ്പൂരി, ഇതൊക്കെ ഉണ്ട്. അത് കഴിക്കാനായിട്ട് ഈ കോളിഫ്ലവറും മുളക് ബജ്ജിയൊക്കെ കഴിക്കാനായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും പോകും. ഇന്ന് നമുക്കത് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കോൺഫ്ലവർ ആവശ്യത്തിനായില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ എങ്ങനെ പാകത്തിന് നമുക്ക് കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം.
ഇത് റെഡിയായി. ഇതിലേക്ക് നമുക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ കൂട്ട് റെഡിയായി. ഇനി നമുക്ക് അടുത്തതായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായോന്നറിയാൻ നമുക്കൊരു ഇച്ചിരി ഇതിലേക്ക് ഇട്ടു വന്നു കഴിഞ്ഞാൽ എണ്ണ ചൂടായി നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കിതിൽ നിന്ന് സ്പൂണും കൊണ്ട് കുറേശ്ശെ കോരി ഇതിലിട്ട് കുറേശ്ശെ ഫ്രൈ ആക്കി എടുക്കാം. കോരിയെടുക്കാം. പാകത്തിന് നല്ല ഉപ്പായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് കഴിച്ച് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡിയായി. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ.